ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നല്ല ചൂടും അല്ലേ? എവിടെയും പോകാൻ പറ്റാതെ ഇരിക്കുക എല്ലാവരും. ഇവിടെ അതെ നല്ല ചൂടാണ്. എവിടെ ഇറങ്ങുന്നില്ല പുറത്ത്. പക്ഷേ രാത്രി ഒന്ന് പോകണം ഒരു സിനിമയ്ക്ക്. മൈക്കിൾ ജാക്സൻ്റെ കാത്തിരിക്കുകയായിരുന്നു അത് കാണാൻ. എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെയും അതുകൊണ്ടിൻ്റെ എല്ലാ കുട്ടികളുടെ എല്ലാവരുടെയും അതെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ കണ്ടു കഴിഞ്ഞു കുട്ടികളൊക്കെ. ഞാനും ഏട്ടനും നാളേക്കാണ് പരിപാടി ഇട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ചാൽ വെൺപൊങ്കലും അതിൻ്റെ കൂടെ ഒരു ഗൊട്സു. കേട്ടിട്ടുണ്ടോ? ഗൊട്സു എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് ഡിഷ്. ആ ഗൊട്സു എന്നുള്ളത് പൊങ്കലിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ. ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, ആപ്പം, എന്താണോ ചപ്പാത്തി എന്താണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാം. അത്രയും നല്ല ഒരു ടേസ്റ്റാണ്. ഞാൻ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വഴിയെ മനസ്സിലാക്കാം കേട്ടോ. അതിനു മുമ്പ് അരി പച്ചരിയും ചെറുപരിപ്പുമാണ് പൊങ്കലിന്. അതറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് പിന്നെ അതിന് 3.25 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഇൻസ്റ്റാ പോട്ടിൽ വെച്ചതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു. കാരണം ഇതൊരു പായസം മാതിരി ആവണ്ടേ, അതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയല്ലേ പൊങ്കൽ. അപ്പോൾ കുറച്ചും കൂടി ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോഴേക്കും നമ്മുടെ ടോഗോ വിടാൻ പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ അവനെ പോയി അവിടെ വിട്ടു. കാരണം സെർവൻ്റ് വന്നതൊക്കെ ചെയ്യുന്ന സമയത്ത് ആശ്രയിക്ക് പേടിയാണ് അവനെ. അപ്പം അവനെ ഒരു റൂമിലിട്ട് അടച്ചു. അപ്പോൾ അവനെ ഉറങ്ങിയായിരുന്നു. പിന്നെ അപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണർന്നപ്പോൾ അവനെ വിടാൻ കടന്ന് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ അവനെ വിട്ട് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ ഗൊട്സു ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല പേരല്ലേ, പേര് കേൾക്കാൻ നല്ല രസമുണ്ട്, ഗൊട്സു. അപ്പോൾ അതിന് ഞാനിവിടെ 4 വഴുതനങ്ങയാണ് എടുത്തത്. അപ്പം അതിനൊപ്പം വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വേണം. കാരണം കട്ട് ചെയ്യുന്നതിൻ്റെ ഉടനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരുമാതിരി കളറല്ലേ, അത് ആ കറ പോകണം. അത് നന്നല്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കും. അതിൻ്റെ ആ വെള്ളം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊരു മാതിരി കളറാവും. അതാണെങ്കിലോ ഇതിൻ്റെ തോലി നല്ല കട്ടി. അപ്പോൾ ഞാൻ ഫ്രൂട്ട് നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്യണം. ഏട്ടൻ കണ്ടാൽ ചീത്ത പറയും. കാരണം ഫ്രൂട്ട് നൈഫ് അതിനുള്ളതാണ്, നല്ല ഷാർപ്പായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ്. ഇപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്താൽ അതിൻ്റെ ഷാർപ്പ്നെസ് പോകും എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ആളില്ല, അപ്പോൾ ഞാനായിരുന്നു എടുത്ത് കട്ട് ചെയ്തു അതിന്. അപ്പം ഈ വഴുതനങ്ങ ഏത് വഴുതനങ്ങ എടുക്കാം കേട്ടോ, ഇതന്നെ വേണമെന്നില്ല. പച്ചയാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് നീളത്തിലുള്ളതോ ഏതാണെങ്കിലും, അതല്ലെങ്കിൽ പൊട്ടറ്റോയിലും ഉണ്ടാക്കാം. വെണ്ടയ്ക്കാണെങ്കിലും നന്നായിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും നന്നായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ല ഒരു വഴുതനങ്ങ കിട്ടിയപ്പോൾ അതിൽ ഉണ്ടാക്കി. അപ്പോൾ അതിനൊരു മസാലപ്പൊടി നമുക്ക് ഉണ്ടാക്കണം. ആകെ 2 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും കുറച്ച് വേണമല്ലോ, അല്ലാതെ പൊടിക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ ഇതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ 3 ടീസ്പൂൺ കടലപ്പരിപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 2 ടീസ്പൂൺ കൊത്തമല്ലി, പിന്നെ ഒരു 8-10 കപ്പൽമുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതാണ് ഈ മസാല. ഈ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കറിയുടെ. പിന്നെ കുറച്ച് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടത്, അല്ലെങ്കിൽ അത് വേഗം കരിയും. എന്നിട്ട് പിന്നെ അതിനെ എടുത്ത് ഞാൻ പ്ലേറ്റിലാക്കി വെച്ചു. അല്ലെങ്കിൽ ആ സോസ് പാനിൽ തന്നെ വെച്ചാൽ പിന്നെയും അത് ചൂടാവുമല്ലോ, കരിയുന്ന ഒരു ഇതാവും, കരിഞ്ഞ ഒരു മണം. പിന്നെ അതിൽ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി, അതും കൂടിയിട്ടാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് പൊടിക്കാനപ്പോൾ സൗകര്യപ്പെടും. പിന്നെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ, ഞാൻ ഇപ്പം എല്ലാം വെളിച്ചെണ്ണയാണ്, ശരിക്കും നല്ല എണ്ണയിലാണ് നന്നായിട്ടുണ്ടാവുക കേട്ടോ ഈ കറി. പക്ഷെ ഞാൻ നല്ലെണ്ണ കഴിഞ്ഞിരിക്കണം, അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ചെറിയ ഉള്ളി, ഒരു 8-10 ചെറിയ ഉള്ളി, അത് ഞാൻ കട്ട് ചെയ്തതൊന്നുമില്ല, അങ്ങനെ ഇട്ടു. കാരണം അത് വളരെ ചെറുതാണ്, അത്ര കുറച്ച് വലിപ്പമില്ല.
പിന്നെ ഒരു തക്കാളി വേണം. ആ തക്കാളിക്ക് പകരം ഞാനിവിടെ ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നതുകൊണ്ട് അതിട്ടു, അല്ലെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ഒരു എന്താ കളറൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വഴുതനങ്ങ ഇട്ട് വയ്ക്കാം. ഇപ്പം ഉപ്പ് നമ്മൾ ഇപ്പോഴേ ഇടാൻ പാടില്ല. വഴുതനങ്ങ എപ്പോഴും വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടാൽ സോഫ്റ്റായിട്ട് വേവില്ല, അതിങ്ങനെ ഒരു ഹാർഡായിട്ട് അതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഉപ്പ് എപ്പോഴും, എൻ്റെ അനുഭവത്തിലാണ് കേട്ടോ, ഉപ്പ് എപ്പോഴും ഇത് വെന്ത ശേഷം നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ, വഴുതനങ്ങ വെന്ത ശേഷം. അങ്ങനെയാണ് എനിക്ക് പല ടൈമിലും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പിന്നീട് ഇടുമ്പോഴാണ് അതിൻ്റെ ടെക്സ്ചർ സോഫ്റ്റായിട്ട് കിട്ടുക. പിന്നെ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ചെറിയ ജാറിൽ പൊടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് കിട്ടി. അപ്പോൾ അതിലത്തെ ആകെ 2 ടീസ്പൂണേ ആവശ്യമുള്ളൂ. കണ്ടു, വളരെ നല്ല ഫൈൻ ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന അത്രയും ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ട് അത് ഒഴിക്കാം. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ടത്. അപ്പോഴേക്കും അത് നല്ലോണം വെന്തിട്ടുണ്ട് വഴുതനങ്ങ. പിന്നെ ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെല്ലപ്പൊടി. എപ്പോഴും പുളിപ്പും ഇടുമ്പോൾ അധികവും കുറച്ച് വെല്ലമൊക്കെ ഇടുന്നത് നല്ലതാണെന്നാണ് പൊതുവേ അല്ല. ഇപ്പം നമുക്ക് പക്ഷേ മധുരത്തിനോട് ഇഷ്ടപ്പെടില്ലല്ലോ നമുക്ക്. പക്ഷേ ഇത് നന്നായിട്ടുണ്ട് അതിൽ ഇട്ടപ്പോൾ. ഞാൻ പൊടിച്ച് വെച്ച 2 ടീസ്പൂൺ അത്രേ ആവശ്യമുള്ളൂ. ഏകദേശം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു എന്താ പറയുക, സാമ്പാറിൻ്റെ മസാലപ്പൊടി പോലെ ഉണ്ട് അല്ലേ. ഒരു വറുത്ത അരച്ച തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കിയ ഒരു സാമ്പാർ പോലെ ഉണ്ട്. അതാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ പേരാണ് രസം ഫ്രൂട്ട്സു. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ട് അറിയില്ല, നോക്കണം. പിന്നെ നമുക്ക് അലങ്കാരത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ഇടാം. അത്ര എളുപ്പത്തിൽ അല്ലേ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതി ടോട്ടൽ വിചാരിക്കണം അല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം എളുപ്പത്തിൽ എന്തും കിട്ടും, കട്ട് ചെയ്യാനും എളുപ്പമാണ്. വഴുതനങ്ങ, വെണ്ടയ്ക്കയാണെങ്കിലും എളുപ്പമാണ്. ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറച്ച് നേരം കൂടി വേണ്ടി വരും അല്ലേ, എനിക്ക് തോന്നുന്നു. അപ്പം അതിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് ഇതൊക്കെ ചോപ്പിംഗ് ബോർഡും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ അടുത്ത ഇത് തുടങ്ങാൻ നല്ലൊരു രസം. എല്ലാവരും ഇങ്ങനെ ഇട്ട് കിടുമ്പോൾ അതൊക്കെ ഉണങ്ങിപ്പിടിച്ച് ആകെ വൃത്തികേടായി തോന്നും. അപ്പോൾ അന്ന് നീറ്റാക്കിയ ശേഷം പിന്നെ അടുത്ത ഇതിലേക്ക് തുടങ്ങാം. അടുത്തത് ഉണ്ടാക്കുന്നത് പൊങ്കലിനുള്ള സീസണിങ്, അതിലേക്ക് വറുത്ത് ചേർക്കാനുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കുഴഞ്ഞ് കിട്ടണമായിരുന്നു അല്ലേ. സോ പൊങ്കലിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും കുഴഞ്ഞിരിക്കും. അപ്പം അതിന് വേണ്ട കുറച്ച് ഇഞ്ചി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ചോപ്പറിലാകുമ്പോൾ എളുപ്പമുള്ളൂ നമുക്കെല്ലാം. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പോട്ടിൽ തന്നെ, കടായിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, പൊങ്കലിനുള്ളതാണ്. പിന്നെ കടുക്, ജീരകം, ഇഞ്ചി മസ്റ്റാണ് ഇതിന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യമാണ് ഒരു പിടി നല്ലോണം കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്. അതാണ് ഇതിൻ്റെ ഈ പൊങ്കലിന് കൂടുതൽ ആവശ്യം. കാരണം എൻ്റെ ആ സെർവൻ്റ് തമിഴ്നാട്ടിൽ അവിടെ ഇരിക്കുമ്പോൾ അവർ പറയും, ഒരു സ്പൂണ് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ അതിൽ ഒരു അണ്ടിപ്പരിപ്പ് ഉണ്ടായിരിക്കണം, അപ്പം അത്രയും ഉണ്ടായിരിക്കണം അതിലിടണം. അങ്ങനെ അതും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കറിവേപ്പിലയും ഇട്ടു. കറിവേപ്പിലയുടെ കോലം കണ്ടില്ലേ, ഇപ്പോൾ ഈ ചൂടത്ത് അതിങ്ങനെ ഉണങ്ങി ഇതാക്കി തന്നെ. അപ്പം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിന് കുറച്ച് ജീവനൊക്കെ കൊടുത്തതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, അതാണ്
പൊങ്കലിൻ്റെ സീസൺ. പിന്നെ കുരുമുളക്, അത് മറന്നു, കുരുമുളക് ഫുള്ളാണ് കേട്ടോ ഇടേണ്ടത്. അത് എൻ്റെ കയ്യിൽ അത് ഫുള്ളുള്ളത് കാണാനില്ല, കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ വെച്ചതൊന്നും കാണാനില്ല, കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് അതിൻ്റേതായ എല്ലാം ഒതൻറ്റിക്കായിട്ടൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യണമല്ലേ. മക്കളെപ്പോഴും പറയും മമ്മി അതുപോലെ ചെയ്യണം എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പക്ഷെ എന്താ ചെയ്യുക, കുരുമുളകില്ല, പൊടിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടു കൺസിസ്റ്റൻസി എനിക്ക് കുറച്ചും കൂടി ഒന്ന്, നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് പരുവത്തിൽ കിട്ടണം, എന്നാലേ അതൊരു എന്താ പൊങ്കലാവുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ മാങ്ങ സീസണല്ലേ, എല്ലാം ഇപ്പോൾ ഈ സമയത്തല്ലേ പല രീതിയിൽ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സൈഡ് ഡിഷായിട്ട് മാങ്ങ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് വെറുതെ കടുക് വറുക്കുക, മുളകും കായും മാത്രം. അപ്പോൾ നല്ല ഇത് കിളിച്ചുണ്ടൻ മാമ്പഴമാണ്, അതിലാണെങ്കിൽ അധികം പുളിപ്പുണ്ടാവില്ല, അപ്പോൾ അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാകും. അത് കുറച്ചൊന്ന് പഴുക്കാൻ ഒരു ചെനഞ്ഞ മാതിരി ഉണ്ട് അല്ലേ, അപ്പോൾ അതിനൊരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നല്ല പച്ച മാങ്ങ എല്ലാവരും എന്നാൽ പഴുത്തിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റേജാണ്. നല്ലെണ്ണയാണ് കേട്ടോ എപ്പോഴും നല്ലതല്ലേ, നമ്മൾ മാങ്ങയുടെ അച്ചാർ, എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷേ ഇല്ല, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇന്നത്തെ കാര്യങ്ങളല്ല. അപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിയ ശേഷം ഞാൻ തീ അണച്ചു. കാരണം ഗ്യാസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മുളകും കായും ഇട്ടാൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് അതിനെടുത്ത് മാറ്റിയിട്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ട് മാങ്ങ കട്ട് ചെയ്തതിലിട്ട് മാങ്ങ അച്ചാറുണ്ടാക്കിയത്. എളുപ്പമല്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കില്ല എല്ലാവരും ഉണ്ടാക്കുന്നത്. പക്ഷേ ഗൊഡ്സും ആരും കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ചോറിൻ്റെ കൂടെ തന്നെ വേണമെന്നില്ല, പൊങ്കലിൻ്റെ കൂടെ തന്നെ വേണമെന്നില്ല, അത് ദോശയുടെ കൂടെ നന്നായിരിക്കും, ഇടിയപ്പം ബെസ്റ്റായിരിക്കും, ചപ്പാത്തി അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഞാനന്ന് ഊണ് കഴിക്കട്ടെ അല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്. ഏട്ടന് ഇതിന്ന് രാവിലെ തന്നെ കുറച്ച് ചോറെടുത്തിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു. പക്ഷേ എന്താ നാരങ്ങ അച്ചാറില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് പൊങ്കലിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ അതാണ് ഓഫീസിൽ കൊണ്ടുപോയത്. പിന്നീട് ഞാൻ ഈ കൂട്ടാൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഏട്ടൻ വന്നാൽ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ ഈ കൂട്ടാൻ കൂട്ടി കഴിക്കാം. ഞാനും ഇപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കും. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ മെനു. 2 ആളല്ലേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ തനിയിരുന്ന് കഴിക്കണം. അവനും ടോഗോന് തന്നെ കൊടുത്തത്. ഈ ചോറിൽ കുറച്ച് സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോറിൽ തന്നെ സംഭാരവും മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇങ്ങനെ ലൂസായിട്ടാണ് അവന് ആഹാരം കൊടുത്തത്. അപ്പോൾ സംഭാരം ഞാനിരുന്ന് ഊണ് കഴിക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വെൺപൊങ്കലും ഗോട്ട്സു എന്നുള്ളൊരു പുതിയൊരു ഡിഷും? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് കമൻറ്റ്. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.